സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭയങ്കര ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ കൂടിയാണ് കൃഷിന്റെ കുടുംബം കടന്നു പോകുന്നത്. എല്ലാം കൊണ്ടും സന്തോഷമാണെങ്കിലും സാഗറിന്റെ മനസ്സ് നല്ല സംഘർഷങ്ങൾ കൂടിയാണ് കേട്ടോ കടന്നു പോകുന്നത്. കൃഷാണെങ്കിലും നല്ല ടെൻഷനിലാണ്. സുജാതയുടെ കാട്ടിക്കൂട്ടലുകൾ കാരണം തന്നെയാണ് അവരുടെ ടെൻഷൻ. സാഗർ സുജു എന്തൊക്കെയാണ് ഈ കാട്ടിക്കൊടുക്കുന്നതൊക്കെ ചിന്തിക്കുന്നുണ്ട്. കൃഷ്ണനോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിലും അത്ര നിറഞ്ഞ മനസ്സോടെയല്ല ഇടപെടുന്നത്. കൃഷ്ണനാണെങ്കിൽ ഒന്നും പിടികിട്ടുന്നില്ല. എന്താണ് ഇങ്ങനെ അമ്മ എന്ന് അമ്മ തന്നെ ഒറ്റപ്പെടുന്നതായിട്ട് തന്നെ അയാൾക്ക് ശരിക്കും തോന്നുന്നുണ്ട്. അതിന് പിന്നിലുള്ള കാരണം കൃഷ്ണ ഒരിക്കലും അറിയുന്നില്ലല്ലോ. വേറെ ആരൊക്കെ സ്നേഹിക്കാനുണ്ടെങ്കിലും അമ്മയുടെ അവഗണന കൃഷ്ണനെ ശരിക്കും തളർത്ത് കളയുന്നുണ്ടായിരുന്നു. ബലരാമൻ വന്നപ്പോൾ സുജാത കാണിച്ച സ്നേഹം കണ്ടപ്പോഴും കൃഷ്ണ അസൂയൊന്നും തോന്നിയില്ല. പക്ഷേ തകർന്നു പോയിട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ബലരാമന് സ്നേഹത്തോടെ സുജാത വിളമ്പി കൊടുക്കുന്നുണ്ട്. ആ സമയം കൃപ പാവങ്ങളായ രണ്ട് മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരെ കൂടി ഒന്ന് ഗവനിച്ചേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ മകനെ കുട്ടിക്കാലത്ത് ഒന്ന് ലാളിക്കാനോ കൊഞ്ചിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നും ആഹാരമൊന്നും വിളമ്പി കൊടുത്ത് ഊട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ ഞാൻ ആ കടം വീട്ടാട്ടെ എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. ബലരാമനാണെങ്കിൽ സുജാത ഇങ്ങനെ ചട്നി വിളമ്പി കൊടുക്കുമ്പോൾ അവന് വിളമ്പി കൊടുക്കാൻ കൃഷ്ണനെ ചൂണ്ടിക്കാട്ടി സാഗർ പറയുമ്പോൾ ഞാനത് മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ വിളമ്പി കൊടുക്കാൻ തയ്യാറാകുകയാണ് സുജാത. രണ്ട് മക്കളും തനിക്ക് ഒരുപോലെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബലരാമനെ കുറിച്ച് മുൻതൂക്കം കൂടുതൽ കൊടുക്കാനേ സുജാതയുടെ മനസ്സിന് കഴിയുമായിരുന്നുള്ളൂ. സാഗറിനത് കൃഷ്ണന് പിടികിട്ടുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. ബലരാമൻ ആ സമയം എനിക്കൊരു ദോശ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണന് കൊടുക്കാൻ നോക്കിയിരുന്ന ചട്നി അവിടെ വെച്ച് ബലരാമനെ കൊടുക്കാൻ തുടങ്ങുകയാണ് സുജാത. ഇത് കൃഷ്ണന് വളരെയധികം ഷോക്കാവുന്നുണ്ട്. അമ്മയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് തന്നെയാണ് കേട്ടോ കൃഷ്ണൻ്റെ ചിന്ത. ആശുപത്രിയിൽ നിന്ന് വന്നു തന്നെയല്ലേ അമ്മ കാര്യമായിട്ട് നോക്കേണ്ടത്. ഏട്ടനെ ഗൗനിച്ചോട്ടെ, പക്ഷെ എന്നെ അവഗണിക്കുന്നത് എന്തിനാണെന്നൊക്കെയാണ് കേട്ടോ കൃഷി വിചാരിക്കുന്നത്. കൺമണിയോട് തൻ്റെ മുറിയിലെത്തി ആകെ ഒറ്റപ്പെടുന്ന പോലെയെന്നൊക്കെ കൃഷി പറയുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് കൺമണി. എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ തനിച്ചായതുപോലെ അമ്മ എന്തോ എന്നോടൊരു അകൽച്ച കാണിക്കുന്ന പോലെ എന്നൊക്കെ കൃഷി പറയുമ്പോൾ അതൊന്നുമില്ല, അതൊക്കെ തോന്നുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്.